ആശയക്കുഴപ്പം എനിക്കുണ്ടായിരുന്നപ്പോൾ ഞാൻ എൻ്റെ പഴയ അധ്യാപകരെ, എൻ്റെ സ്കൂൾ കാലഘട്ടത്തിലെ എൻ്റെ അധ്യാപകരെ ചെന്ന് കണ്ടു. പിന്നെ ജോർജ് സാറിനെ ചെന്ന് കണ്ട് സംസാരിച്ചു. അപ്പോൾ അവരെല്ലാവരും പറഞ്ഞതാണ്, അവർ അതിനെക്കുറിച്ച് ഒരുപാട് അഭിപ്രായങ്ങൾ പറഞ്ഞു, ഒരുപാട് നിർദ്ദേശങ്ങൾ പറഞ്ഞു. പക്ഷേ അവർ അവസാനം പറഞ്ഞു, നിനക്കിഷ്ടമുള്ളത് അല്ലെങ്കിൽ നിനക്ക് എന്താണ് തോന്നുന്നത് അത് നീ ചെയ്യുക. ഇപ്പോൾ നിൻ്റെ മനസ്സ് ഏറ്റവും, ഇപ്പോൾ നിൻ്റെ ഭാവിയെക്കുറിച്ച് പറയുമ്പോൾ ഏറ്റവും ആദ്യം നിൻ്റെ മനസ്സിൽ തോന്നുന്നത് എന്താണ്, അപ്പോൾ അതാണ് നിൻ്റെ വഴി. ഞാൻ പറഞ്ഞു, എനിക്ക് എൻ്റെ ഭാവിയെക്കുറിച്ച് പറയുമ്പോൾ എനിക്ക് ആദ്യം തോന്നുന്നത് തന്നെ എനിക്കൊരു ഒരു ഡോക്ടർ ആവാനുള്ള ആഗ്രഹമാണ്. അപ്പോൾ അവർ പറഞ്ഞു, തീർച്ചയായിട്ടും എൻട്രൻസിൽ തിരിച്ചു പോകണം, എൻട്രൻസ് കംപ്ലീറ്റ് ആക്കണം, എൻട്രൻസ് ടെസ്റ്റ് എഴുതി അറ്റൻഡ് ചെയ്യണം, അതിൽ നല്ല ഉയർന്ന മാർക്ക് വാങ്ങി ജയിക്കണം, റാങ്കിൽ വരണം, അങ്ങനെ ഒരു ഡോക്ടർ ആവണം എന്നുള്ളൊരു സപ്പോർട്ട്, അതിനായിട്ടുള്ള ഒരു സപ്പോർട്ടും എല്ലാം അധ്യാപകരും എൻ്റെ സുഹൃത്തുക്കളും പിന്നെ എൻ്റെ പേരൻസും എല്ലാവരും വളരെ സപ്പോർട്ടീവായിട്ട് എനിക്ക് നിന്നു. അതുകൊണ്ട് തന്നെ എനിക്ക് ആ ഒരു വിഷമമായിട്ടും തരണം ചെയ്യാനായിട്ട് അധികം ബുദ്ധിമുട്ടേണ്ടി വന്നില്ല. കാരണം തീരുമാനങ്ങളും മറ്റുള്ളവരുടെ ടീച്ചേഴ്സിൻ്റെയും അധ്യാപകരുടെയും പിന്നെ എൻ്റെ ഫ്രണ്ട്സിൻ്റെയും മാതാപിതാക്കളുടെയും അവരുടെ ഉപദേശങ്ങളും അവരുടെ അഭിപ്രായങ്ങളും എല്ലാം ഞാൻ സ്വീകരിച്ചു. അതിൽ നിന്നും എനിക്ക് വേണ്ടത് ഞാൻ തിരഞ്ഞെടുത്തു. പിന്നെ എനിക്ക് നെഗറ്റീവാണെന്ന് തോന്നുന്ന അഭിപ്രായങ്ങൾ ഞാൻ തള്ളിക്കളഞ്ഞു. അതുകൊണ്ട് തന്നെ എനിക്ക് വീണ്ടും എൻട്രൻസിൽ തിരിച്ച് എൻട്രൻസ് പഠിക്കാനായിട്ടും അതിൽ എൻട്രൻസ് അറ്റൻഡ് ചെയ്യാനായിട്ടും എക്സാം എഴുതാനായിട്ടും എല്ലാം ഒരു പ്രചോദനം എനിക്ക് അവരിൽ നിന്ന് ലഭിച്ചു. ജീവിതത്തിൽ ഒരു പ്രശ്നമോ അല്ല ജീവിതം തന്നെ ഒരു പ്രശ്നമോ, എല്ലാം ഒന്ന് പെയ്തൊഴിഞ്ഞിരുന്നെങ്കിൽ എന്ന് നിങ്ങൾ ആഗ്രഹിച്ചിട്ടില്ലേ? അതെ, എല്ലാം പെയ്തൊഴിയുവാൻ മനസ്സ് തുറക്കൂ. നിങ്ങളുടെ സഹായത്തിന് ഹെൽപ്പ് ലൈൻ നമ്പേഴ്സ് 9496379230, 9847304999, ഇമെയിൽ @gkalapura@gmail.com, counselorsforum@gmail.com.